നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കപ്പപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചക്കപ്പ വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള കപ്പപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 250 ഗ്രാമോളം കപ്പ നന്നായി ചീകി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി പിഴിഞ്ഞ് ഇതിലുള്ള വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം, ഇതിൻ്റെ കൊറ്റൻ എടുത്തിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ കപ്പയിലെ വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം. പിഴിഞ്ഞ് കളഞ്ഞ ശേഷമുള്ള ഈ കൊറ്റനാണ് നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീരൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഇതിൻ്റെ കൊറ്റനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 സ്പൂണോളം പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി ഒരു സ്പൂൺ വേണ്ട, ഒരു അര സ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം സവോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കൈവച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ വേണം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി പുട്ടുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിൽ ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കി കൊടുക്കുന്ന പോലെ ആദ്യം നാളികേരം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നന്നായി അമർത്തി കൊടുക്കണമെന്നില്ല, സാധാരണ പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടിയും നാളികേരം കൂടിയും ഇട്ട് കൊടുക്കാം. നാളികേരം എത്രയും ചേർക്കുന്നോ അത്രയും ഈ പുട്ടിന് നല്ല ടേസ്റ്റാണ്. നന്നായി അടച്ച ശേഷം ഇത് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. സാധാരണ പുട്ടിനേക്കാളും നന്നായി ആവി വരണം. കൊള്ളിയാവുമ്പോൾ കപ്പ അല്ലെങ്കിൽ കൊള്ളിയാവുമ്പോൾ ഇത് നന്നായി വേവണം. അപ്പോൾ അത് പൊടിയേക്കാളും നമ്മൾ അരിപ്പൊടിയേക്കാളും കൂടുതൽ വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി ആവി വന്ന ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ പുട്ട് നന്നായി ആവിയൊക്കെ വന്ന് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ പുട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ച കപ്പ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.